നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ്സ് ടേക്ക് അവേ എന്ന ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോ ലഭിക്കുന്നതാണ്. ഇപ്പോൾ പേജ് നമ്പർ 40 ടു ദ സ്കൂൾ എന്ന് പറയുന്ന ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ടു ദ സ്കൂൾ. ഇതിനകത്ത് പറയുന്നത് എന്താണ്? വെജിറ്റബിൾ സീഡ്സ്. കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് വെജിറ്റബിൾ സീഡ്സ് കിട്ടും അല്ലെ? പച്ചക്കറിയുടെ ഒക്കെ വിത്തുകൾ കിട്ടാറുണ്ട്. സ്കൂൾ മുഖാന്തരം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. പാക്കറ്റിൽ വിത്തുകൾ വരും. എന്നിട്ട് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ നനച്ചു കൊടുക്കും അല്ലേ? എന്നിട്ട് അതിനകത്ത് പച്ചക്കറികളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കണം. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കണം, ഉണ്ടാക്കിയവർ ഇനിയും ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ അതുപോലെ ഇവിടെ ഒരു കുറച്ച് വെജിറ്റബിൾ സീഡ്സ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റൻ എന്ന് നോക്കാം നമുക്ക്. വെജിറ്റബിൾ സീഡ്സ് വെയർ ബോട്ട് ഫ്രം ദ കൃഷിഭവൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കൂളിലെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവനിൽ നിന്ന് ഒത്തിരി വെജിറ്റബിൾ സീഡ്സിന്റെ പാക്കറ്റുകൾ എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫ്രം 782 പാക്കറ്റ്സ് 373 പാക്കറ്റ്സ് were given to the UP classes. ടോട്ടൽ എത്രയാണ്? 782 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 373 പാക്കറ്റ്സ് UP ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. UP ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി 373 പാക്കറ്റ്സ് ഓഫ് സീഡ്സ്, വെജിറ്റബിൾ സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഹൗ മെനി പാക്കറ്റ്സ് ആർ ലെഫ്റ്റ്? ഇനി ബാക്കി എത്ര പാക്കറ്റുകളാണ് ഉണ്ടാവുക? ടോട്ടൽ പാക്കറ്റ്സ് എന്ന് പറയുന്നത് 782 ആയിരുന്നു. അതിൽ നിന്ന് UP ക്ലാസ്സിന് വേണ്ടിയിട്ട് 373 പാക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ബാക്കി റിമൈനിങ് പാക്കറ്റ്സ് എത്രയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയോ, ഫ്രം ദ റിമൈനിങ് ഇഫ് 329 പാക്കറ്റ്സ് ആർ ഗിവൺ ടു 2, 3, 4, 5 ക്ലാസ്സസ്. അപ്പൊ ബാക്കി വന്നിരിക്കുന്ന UP ക്ലാസ്സിന് കൊടുത്തതിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന് 2, 3, 4, 5 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് 329 പാക്കറ്റ് കൊടുത്തു. അങ്ങനെയെങ്കിൽ ബാക്കി 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്ര പാക്കറ്റ് സീഡ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ പാക്കറ്റ്, കൃഷിഭവനിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ടോട്ടൽ പാക്കറ്റ് എന്ന് പറയുന്നത് 782 ആണ്. അതിൽ നിന്ന് 373 UP ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തു. 373 പാക്കറ്റ്സ് UP ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തു. ബാക്കി വന്നതിൽ നിന്ന് 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് 329 പാക്കറ്റ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഏത് ക്ലാസ്സിനാണ് കൊടുക്കാണ്ടാവുക? 1-ാം ക്ലാസ്സിന്. 1-ാം ക്ലാസ്സിൽ വന്നോ? ഇല്ല. ബാക്കിയുള്ളത് 1-ാം ക്ലാസ്സിലാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ എത്ര പാക്കറ്റ്സ് ആണ് ഉണ്ടാവുക? 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 782 നിന്ന് UP ക്ലാസ്സിന് കൊടുത്ത പാക്കറ്റ് മൈനസ് ചെയ്തിട്ടുള്ള ആൻസർ. അതെങ്ങനെ കണ്ടുപിടിക്കും? 782 ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 373 മൈനസ് ചെയ്യാം. 782 മൈനസ് 373 അല്ലേ? ചെയ്ത് നോക്കാം. 2 മൈനസ് 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10th പ്ലേസിൽ നിന്ന് ഒരു 10നെ എടുത്ത് 1s ആക്കിയിട്ട് മാറ്റി. ഇവിടെ എത്ര 1s വരും? 12. ഇവിടെ എത്രയാ വരിക? 7 ആയിട്ട് മാറി. 12 മൈനസ് 3 9. ഇവിടെ എന്താണുള്ളത്? 7 ആണ്. 7 മൈനസ് 7 0. 7 മൈനസ് 3 4. ദാറ്റ് ഈസ് 409 ബാഗ്സ് ആണുള്ളത്, പാക്കറ്റ് ആണുള്ളത് അല്ലെ? അതായത് 782 നിന്ന് UP ക്ലാസ്സിന് 373 കൊടുത്തപ്പോൾ ബാക്കിയുള്ളത് എത്രയാ? 409 പാക്കറ്റ്സ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. എന്നിട്ടോ ഈ 409ൽ നിന്നാണ് 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾ 329 കൊടുത്തത്. ബാക്കിയുള്ളതാണ് 1-ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ പാക്കറ്റ്സ് ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു പാക്കറ്റ്സ് ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈക്വൽ ടു എത്രയുണ്ടാവുക? 409ൽ നിന്ന് 409 മൈനസ് എന്താണ്? 329 മൈനസ് ചെയ്യണം. 329. ഇതെങ്ങനെ കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ? 409 എന്ന് പറയുന്നത് ടോട്ടൽ പാക്കറ്റിൽ യു പി ക്ലാസ്സിന് കൊടുത്തതിന് ശേഷമുള്ള
ബാലൻസ് ആണ് വരുന്നത്, റിമൈനിങ് പാക്കറ്റ്സ്. അതിൽ നിന്ന് 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തത് 329. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ആർക്ക് കിട്ടുക? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടുക. ദാറ്റ് ഈസ് മൈനസ് ചെയ്ത് നോക്കാം നമുക്ക്. 409 മൈനസ് 329 മൈനസ് ചെയ്ത് നോക്കാം. 9 മൈനസ് 9 0. 0 മൈനസ് 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 10th പ്ലേസ് ആണ് ഇവിടെ. അപ്പൊ നമ്മൾ ഒരു 100 പ്ലേസിൽ നിന്ന് ഒരു 100 എടുത്തിട്ട് 10 ആക്കിയിട്ട് മാറ്റി. അപ്പൊ എത്ര 10 ഉണ്ടാവും? 10 tens. ഇവിടെ 0 ആണോ? അപ്പോൾ 10 tens വന്നു. ഇവിടെ 4 എന്നുള്ള ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തപ്പോൾ 3 ആയി. ദാറ്റ് ഈസ് 10 മൈനസ് 2 8. 3 മൈനസ് 3 0. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ 0 ഒഴിവാക്കാൻ നമുക്ക്. ദാറ്റ് ഈസ് 80 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് കിട്ടുന്ന പാക്കറ്റ്സ് എത്രയാണ്ടാവുക? 80. ഇപ്പൊ നമുക്കിവിടെ 2 ആൻസറും കിട്ടി അല്ലെ. UP ക്ലാസ്സിന് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് എത്രയായിരുന്നു? 409. ആ 409 നിന്ന് 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത് 329. അപ്പോൾ ബാക്കി 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കോ 80 ആണ്. ഇപ്പോൾ നമ്മളിവിടെ 2 തവണ മൈനസ് ചെയ്തു. ഇവിടെ ആദ്യം ഒരെണ്ണം മൈനസ് ചെയ്തു, പിന്നെയും ഇവിടെയും മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് 2 തവണ നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഇത് നമുക്ക് മറ്റൊരു മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറയാമോ? എങ്ങനെയാ ചെയ്യാൻ പറ്റുക? വേറൊരു മെത്തേഡിലും കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അമ്മുവിന് വേണ്ടിയിട്ട് 2 രൂപ കൊടുത്തു. അമ്മുവിന് 2 രൂപ കൊടുത്തു. പിന്നെയോ അനുവിന് ഞാൻ 5 രൂപയും കൊടുത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? അമ്മുവിന് 2 രൂപ കൊടുത്തു, അനുവിന് 5 രൂപയും കൊടുത്തു. ബാക്കി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 10 രൂപയായിരുന്നു. അതിൽ നിന്ന് അമ്മുവിന് എത്ര കൊടുത്തു? 2 രൂപ. അപ്പൊ 10 മൈനസ് 2 എത്രയാണ്? 8 rupees ആണ് ഉണ്ടാവും. ആ 8ൽ നിന്ന് വീണ്ടും പിന്നെ ആർക്കാ കൊടുത്തത്? അനുവിന് കൊടുത്തു, 5 rupees കൊടുത്തു. അപ്പോൾ 8 മൈനസ് 5 3 rupees. ഇപ്പൊ എൻ്റെ കയ്യിൽ എത്രയുള്ളത്? 3 rupees ആണുള്ളത്. ഈ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 10 രൂപയാണുള്ളത്. അതിൽ നിന്ന് അമ്മുവിന് കൊടുത്തത് 2 രൂപ, അനുവിന് കൊടുത്തത് 5 രൂപ. അപ്പൊ ഞാൻ കൊടുത്തതാണ് 2 പേർക്കും അല്ലെ? 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ടോട്ടൽ എത്രയാ കൊടുത്തത്? അമ്മുവിനും അനുവിനും കൂടെ ടോട്ടൽ എത്ര രൂപയാണ് കൊടുത്തത്? ഞാൻ അനുവിന് 5 രൂപയും അമ്മുവിന് 2 രൂപയും. അപ്പോൾ 5 പ്ലസ് 2 7 rupees ആണ് ഞാൻ ടോട്ടൽ കൊടുത്തത് അല്ലെ? ആ 7 rupees എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ എമൗണ്ട് എത്രയായിരുന്നു? 10 rupees. അപ്പോൾ 10 മൈനസ് 7 ഒന്ന് നോക്കൂ. 10 മൈനസ് 7 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. അതായത് നമ്മൾ 2 തവണ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം സബ്ട്രാക്ട് ചെയ്ത 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ? ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം UP ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുത്തത് 373 ആണ്. UP ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തത് 373. പിന്നെയോ 2, 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് കൊടുത്തത് ടോട്ടൽ 329. അപ്പൊ ഈ 2 എമൗണ്ടും ഈ ടോട്ടൽ പാക്കറ്റിൽ നിന്ന് കൊടുത്തതാണ് അല്ലെ? 373 ആദ്യം UP ക്ലാസ്സിന് വേണ്ടി കൊടുത്തു. പിന്നെ 2 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 329 പാക്കറ്റ്സും കൊടുത്തു. അപ്പൊ രണ്ടും കൂടെ ടോട്ടൽ എത്ര പാക്കറ്റാണ് കൊടുത്തത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി പോരെ? ദാറ്റ് ഈസ് 373 പ്ലസ് 329 രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 3 പ്ലസ് 9 12ലേക്ക് 2 റിമൈൻഡർ 1. 1 പ്ലസ് 7 8 8 പ്ലസ് 2 10ലേക്ക് 0 റിമൈൻഡർ 1. 1 പ്ലസ് 3 4 4 പ്ലസ് 3 7 702. 702 പാക്കറ്റ്സ് ആണ് ഈ UP ക്ലാസ്സിനും 2 മുതൽ 5 വരെയുള്ള ക്ലാസ്സിനും കൂടെ ടോട്ടൽ കൊടുത്തത്. അതായത് ടോട്ടൽ കൊടുത്തത് 702 ആണ്. ഇനി ബാക്കിയുള്ളതാണ് ആർക്ക് കൊടുക്കുക? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ടോട്ടൽ പാക്കറ്റ്സ് എത്രയായിരുന്നു? 782 ആയിരുന്നു. അതിൽ നിന്ന് എത്ര പാക്കറ്റ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്? 702 അല്ലെ? ദാറ്റ് ഈസ് 782 മൈനസ് 702. 782 മൈനസ് 702. 2 minus 2 0.
8 minus 0 8, 7 minus 7 0, that is എന്താ വരുന്നത് 80. ആ 80 അല്ലേ ഒന്നാം ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചത്? യെസ്, ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന 80 തന്നെയാണ്. അപ്പൊ നമ്മൾ 2 തവണ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അത് തന്നെയല്ലേ നേരത്തെ അമ്മുവിനും അനുവിനും കാശ് കൊടുത്തപ്പോഴും ചെയ്തത്? അമ്മുവിന് കൊടുത്തത് 2 രൂപ, അനുവിന് കൊടുത്തത് 5 രൂപ. അപ്പൊ രണ്ടും കൂടെ എത്രയായി? 7 രൂപ. എന്റെ കയ്യിലുണ്ടായിരുന്നത് 10 റുപ്പീസ് ആയിരുന്നു. 10 minus 7 3 റുപ്പീസ് അല്ലേ? എന്റെ കയ്യിൽ നിന്ന് ആദ്യം ഞാൻ അമ്മുവിന് കൊടുത്തു 2 രൂപ. അപ്പൊ 10 minus 2 8. ആ 8ൽ നിന്ന് പിന്നെ എന്റെ കയ്യിൽ 8 റുപ്പീസ് ആണുള്ളത്. ആ 8ൽ നിന്ന് അനുവിന് കൊടുത്തു 5 രൂപ. അപ്പൊ 8 minus 5 3. നേരത്തെ നമ്മൾ ചെയ്തു, ഇപ്പോൾ ചെയ്തു, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരേ എമൗണ്ടിൽ നിന്ന് 2 തവണ മൈനസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് സബ്ട്രാക്ഷൻ ചെയ്യാം. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. മിഡ് ഡേ മീൽ. ഉച്ചഭക്ഷണമാണ് അല്ലെ? നിങ്ങൾക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും അല്ലെ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഉച്ചഭക്ഷണം. അപ്പൊ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അരി എത്തും, മറ്റുള്ള സാധനങ്ങളെല്ലാം എത്തും അല്ലെ? അപ്പോൾ അവിടുത്തെ നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് വരുന്നത്, മിഡ് ഡേ മീൽ. എന്താണ് ആക്ടിവിറ്റി പറയുന്നത്? എവ്രി ഡേ എ ന്യൂട്രീഷ്യസ് മീൽ ഈസ് ഗിവൺ ടു സ്റ്റുഡൻസ് ഇൻ അമ്മൂസ് സ്കൂൾ. അമ്മുവിന്റെ സ്കൂളില് എല്ലാ ദിവസവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മീലാണ്, ഫുഡ് കൊടുക്കുന്നുണ്ട് അല്ലെ? 391 kilogram of rice are needed for 5 days. After 3 days, 158 kilogram of rice was left. How many kilograms of rice was used in 3 days? എന്താ പറഞ്ഞിരിക്കുന്നത്? 391 kilogram of rice needed for 5 days. 5 ദിവസത്തേക്ക് വേണ്ടത് എത്ര കിലോഗ്രാം റൈസ് ആണ്? 391 കിലോഗ്രാം റൈസ് ആണ് 5 ദിവസത്തേക്ക്, 5 ഡേയ്സിന് വേണ്ടി വേണ്ടത്. ആഫ്റ്റർ 3 days, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ 158 കിലോഗ്രാം വാസ് ലെഫ്റ്റ്. 158 കിലോഗ്രാം, 158 കിലോഗ്രാം റൈസ് ആണ് ബാലൻസ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വാസ് യൂസ്ഡ് ഇൻ 3 days? അങ്ങനെയെങ്കിൽ എത്ര കിലോഗ്രാം റൈസ് ആണ് ഈ 3 ദിവസം കൊണ്ട് യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? 5 ഡേയ്സിന് വേണ്ടിയിരുന്ന 391 കിലോഗ്രാം റൈസ് ആയിരുന്നു അല്ലെ? 3 days കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 3 days 158 കിലോഗ്രാം ആണ് ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ 3 ദിവസത്തിലേക്ക് എത്ര റൈസ് ആണ് യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 391 കിലോഗ്രാം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് 5 ദിവസത്തേക്ക്. അതിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളത് 158 കിലോഗ്രാം ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? 391 158 മൈനസ് ചെയ്യാം. 391 മൈനസ് 158 അല്ലെ? യെസ്. നോക്കാം, നമുക്ക് 1 മൈനസ് 8 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം ഇവിടുന്ന് നമ്മൾ ഒരു 10 റുപ്പിയെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 11 വന്നു, ഇവിടെ 8 വന്നു. 11 മൈനസ് 8 3, 8 മൈനസ് 5 3, 3 മൈനസ് 1 2. Therefore, ഈ 3 ദിവസത്തേക്ക് വേണ്ടി യൂസ് ചെയ്ത അരി എന്ന് പറയുന്നത് 233 കിലോഗ്രാം അല്ലെ? നേരത്തെ ഉണ്ടായിരുന്നത് 391 ആണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാലൻസ് ഉള്ളത്, ബാക്കിയുള്ളത് 158 ആണ്. അങ്ങനെയെങ്കിൽ ഈ 3 ദിവസത്തേക്ക് യൂസ് ചെയ്തത് 233 കിലോഗ്രാം റൈസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? പേജ് നമ്പർ 41 ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ മുട്ടയും പാലൊക്കെ എത്താറുണ്ട് അല്ലെ? ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ മുട്ടയും പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിൽക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഇതേപോലെ ഒരു സൊസൈറ്റിയിൽ നിന്ന് മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ അവർ മോർണിംഗിൽ കളക്ട് ചെയ്തപ്പോൾ അവരുടെ ടോട്ടൽ മിൽക്ക് എന്ന് പറയുന്നത് 536 ലിറ്റേഴ്സ് ആയിരുന്നു. ദാറ്റ് ഈസ്, നമുക്ക് ക്വസ്റ്റിലേക്ക് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. പേജ് നമ്പർ 41 ആക്ടിവിറ്റിയാണ്. ടുഡേ വി ഗോട്ട് 536 liters of milk. After supplying to school 286
liters of milk was left? How many liters of milk were given to the school? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ആ മിൽക്ക് സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മിൽക്ക് എന്ന് പറയുന്നത് 536 ലിറ്റേഴ്സ് ആണ്. മോർണിംഗിൽ അവിടെ കിട്ടിയിരിക്കുന്നത് 536 ലിറ്റർ മിൽക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് അതിൽ നിന്ന് സ്കൂളിലേക്ക് മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സ്കൂളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം അവിടെ ബാക്കിയുള്ള മിൽക്ക് എന്ന് പറയുന്നത് ആഫ്റ്റർ സപ്ലൈങ് ടു സ്കൂൾ 286 ലിറ്റേഴ്സ് ലെഫ്റ്റ്. അതായത് 286 ലിറ്റർ മിൽക്കാണ് ബാക്കിയുള്ളത്. മോർണിംഗിൽ എത്ര ഉണ്ടായിരുന്നു? 536. അതിൽ നിന്ന് സ്കൂളിലേക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം 286 ലിറ്റർ മിൽക്ക് ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ സ്കൂളിലേക്ക് സപ്ലൈ ചെയ്തത് എത്ര ലിറ്റർ മിൽക്കാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? യെസ്. എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 286 ആണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് 536 ആണ്. അപ്പോൾ 286നോട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 536 കിട്ടുക എന്ന് നോക്കിയാൽ മതി, അല്ലെ? 286നോട് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 536 കിട്ടുക എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസർ ആയി. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ മോർണിംഗിൽ ഉണ്ടായിരുന്ന മിൽക്കിൽ നിന്ന് ഇപ്പോഴുള്ള മിൽക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് സപ്ലൈ ചെയ്ത മിൽക്ക് എത്രയെന്ന് കിട്ടും, അല്ലേ? യെസ്. എൻ്റെ കയ്യിൽ ഒരു 20 റുപ്പീസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരാൾക്ക് കുറച്ച് കാശ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 5 റുപ്പീസാണ്. അങ്ങനെയെങ്കിൽ ഞാൻ കൊടുത്ത കാശ് എത്ര? 20 മൈനസ് 5 15, അല്ലെ? 15 രൂപയാണ് കൊടുത്തത്. അതായത് 5 രൂപയോട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 20 കിട്ടുക? 15 റുപ്പീസ് ആണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കാശ് 20, ഇപ്പോഴുള്ള കാശ് 5 റുപ്പീസ്. 20 മൈനസ് 5 എഴുതി കഴിഞ്ഞാൽ 15 റുപ്പീസ്, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത്. 536ൽ നിന്ന് 286 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി, അല്ലേ? യെസ്. Therefore, milk given to the school is equal to എങ്ങനെ കാണാം? 536 മോർണിംഗിൽ ഉണ്ടായിരുന്നു 536 മൈനസ് 286 ചെയ്താൽ മതി, അല്ലേ? മൈനസ് 286 ചെയ്ത് നോക്കാം നമുക്ക്. 536 ആയിരുന്നു. 536 മൈനസ് 286. 6 മൈനസ് 6 0, അല്ലേ? ഇനിയോ 3 മൈനസ് 8 ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചെറിയ നമ്പർ ആണ്, അതിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 100 പ്ലേസിൽ നിന്ന് ഒരു 100 എടുത്ത് 10 പ്ലേസിലേക്ക് കൊടുത്തു. ഇവിടെ എത്ര 10 ആവും? 10 ആയി വന്നു. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. അപ്പൊ 10 പ്ലസ് 3 13. ഇവിടെ 5ൽ നിന്ന് ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 4 ആയിട്ട് മാറി. ദാറ്റ് ഈസ് 13 മൈനസ് 8. 13 മൈനസ് 8 എന്താണ്? 5. 4 ആണ് ഇവിടെ. 4 മൈനസ് 2 2. ദാറ്റ് ഈസ് 250. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 250 ലിറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്ത മിൽക്ക് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്? 250 ലിറ്റേഴ്സ് ആണ്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ 286നോട് 250 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 536 കിട്ടും, അല്ലേ? കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ചെയ്തത് ശരിയാവുക. ചെയ്തു നോക്കാം നമുക്ക്. 286നോട് 250 ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 536 കിട്ടുമോ നോക്കാം. 286 അതായത് ഇവിടെ ഉണ്ടായിരുന്നത്, അതിനോട് 250 ആഡ് ചെയ്ത് നോക്കാം. പ്ലസ് 250. 6 പ്ലസ് 0 6. 8 പ്ലസ് 5 13ലേക്ക് 3 റിമൈൻ ടു 1. 1 പ്ലസ് 2 3. 3 പ്ലസ് 2 5. ദാറ്റ് ഈസ് 536. കിട്ടിയില്ലേ? ഇത് തന്നെയാണ് മോർണിംഗിൽ ഉണ്ടായിരുന്ന മിൽക്ക് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് 536. അതിനായിട്ട് നമുക്ക് കിട്ടിയില്ല. സോ സ്കൂളിലേക്ക് സപ്ലൈ ചെയ്ത മിൽക്ക് എന്ന് പറയുന്നത് 250 ലിറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റിനിലേക്കാണ് പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. If the fruit in the fruits shop there were 325 apples in the morning,
if there is 98 left, how many apples were sold? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫ്രൂട്ട് ഷോപ്പ് അല്ലേ, ഒരു യെസ് ഫ്രൂട്ട്സിന്റെ ഷോപ്പാണ്. അവിടെയോ there were 325 apples in the morning. അപ്പോൾ മോർണിംഗിൽ അവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോർണിംഗിൽ എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു? 325 ആപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. ഒരു ഫ്രൂട്ട് ഷോപ്പിൽ മോർണിംഗിൽ 325 ആപ്പിൾസ് ഉണ്ടായിരുന്നു. എന്നിട്ടോ ഇഫ് ദർ ഈസ് 98 ലെഫ്റ്റ്, ഇപ്പോഴവിടെ 98 എണ്ണം ബാക്കിയുണ്ട്. 98 ആപ്പിൾസ് ലെഫ്റ്റ്. ഹൗ മെനി ആപ്പിൾസ് വെർ സോൾഡ്? അങ്ങനെയെങ്കിൽ എത്ര ആപ്പിൾസ് ആണ് സോൾഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? എത്ര ആപ്പിൾ ആണ് വിറ്റത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഷോപ്പിൽ ഉണ്ടായിരുന്നത് 325 ആപ്പിൾസ് ആണ് മോർണിംഗിൽ ഉണ്ടായിരുന്നത്. 325 ആപ്പിൾസ് ആണ് മോർണിംഗിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോഴവിടെ എത്രയാ ബാക്കിയുള്ളത്? 98 ആപ്പിൾസ് ആണ്. അപ്പോൾ ബാക്കി 98 ആപ്പിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര ആപ്പിൾസ് ആണ് സെല് ചെയ്തത്, സോൾഡ് ചെയ്ത് പോയത് എത്ര ആപ്പിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പോഴുള്ളത് 98 ആണ്. രാവിലെ മോർണിംഗിൽ ഉണ്ടായിരുന്ന എത്രയാ? 325. അപ്പോൾ എങ്ങനെ കിട്ടുക എത്ര ആപ്പിൾസ് ആണ് സെല് ചെയ്തതെന്ന്? 98നോട് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 325 കിട്ടുക എന്ന് നോക്കിയാൽ മതി. 98നോട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 325 കിട്ടുക? അതായിരിക്കും ഇന്ന് സെല് ചെയ്ത ആപ്പിളുടെ എണ്ണം അല്ലെ? യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ 98നോട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഉണ്ടായിരുന്ന ആപ്പിളിൽ നിന്ന്, മോർണിംഗിൽ ഉണ്ടായിരുന്ന ആപ്പിളിൽ നിന്ന് ഇപ്പോഴുള്ള ആപ്പിള് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബാക്കി ഇപ്പോഴുള്ള ആപ്പിള് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് സെല് ചെയ്ത ആപ്പിൾ എന്ന് പറയുന്നത്. അതായത് മോർണിംഗിലുള്ള ആപ്പിളിൽ നിന്ന് ഇപ്പോഴുള്ള ആപ്പിളിന്റെ എണ്ണം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതായിരിക്കും എന്ത്? സോൾഡ് ചെയ്ത ആപ്പിളിന്റെ എണ്ണം. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, നമ്പർ ഓഫ് സോൾഡ് ആപ്പിൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സോൾഡ് ആപ്പിൾ ഇസ് ഈക്വൽ ടു 325 മൈനസ് 98. ഓക്കെ, 325ൽ നിന്ന് 98 മൈനസ് ചെയ്താൽ മതി അല്ലേ? യെസ്, ചെയ്ത് നോക്കാം നമുക്ക്. 325 മൈനസ് 98. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് 2 ഡിജിറ്റ് ആണ് മൈനസ് ചെയ്യേണ്ടത് അല്ലെ? 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് 2 ഡിജിറ്റ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൺസ് പ്ലേസ് ഡിജിറ്റിന്റെ താഴെ തന്നെ വൺസ് പ്ലേസ് ഡിജിറ്റ് എഴുതണം. ടെൻസ് പ്ലേസ് ഡിജിറ്റിന്റെ താഴെ തന്നെയാണ് ടെൻസ് പ്ലേസ് ഡിജിറ്റ് എഴുതേണ്ടത്. ഈ പ്ലേസ് മാറിയിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ? യെസ്, നോക്കാനി. അപ്പൊ ആദ്യം നമ്മൾ 5ൽ നിന്ന് 8 മൈനസ് ചെയ്യണം. പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു 10ൽ നിന്ന് 10നെ എന്താക്കി? വൺസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടുന്ന് ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ 10 വരും. അപ്പൊ 10 + 5 15 വരും ഇവിടെ അല്ലെ? ഇവിടെ എന്തായി മാറി? 1 ആയിട്ട് മാറി. അപ്പോൾ 15 മൈനസ് 8 എന്താണ്? 7. ഓക്കെ, യെസ്. ഇനി ഇവിടെ 1 ആണ്. 1 മൈനസ് 9 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 പ്ലേസിൽ നിന്ന് ഒരു 100നെ എടുത്തിട്ട് 10 ആക്കിയിട്ട് മാറ്റും. അപ്പോൾ എത്ര 10 വരും? 10ഉം ഇവിടെയുള്ള 1ഉം അപ്പൊ എന്ത് വരും? 11 ആയിട്ട് മാറും. ഇവിടെയോ 3ൽ നിന്ന് ഒരു 100നെ 10ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ഉണ്ടാവും, 2 ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 11 മൈനസ് 9 2. ഇവിടെ എന്താ ഉള്ളത്? 2 ആണ്. ഇവിടെ എന്തെങ്കിലും മൈനസ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ ആ 2 നേരെ താഴേക്ക് എഴുതുന്നു. 227. ദാറ്റ് ഈസ് ഈക്വൽ ടു 227 ആപ്പിൾസ് ആണ് ഇന്ന് സോൾഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതായത് 98നോട് 227 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 325 കിട്ടും അല്ലെ? അതായത് ഇപ്പോൾ ബാക്കിയുള്ള ആപ്പിളിനോട് നമ്മൾ 227, അതായത് സെല് ചെയ്ത ആപ്പിള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗിലുള്ള ആപ്പിള് നമുക്ക് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. 227 ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? 227 പ്ലസ് എത്രയാണ്? ബാക്കിയുള്ളത് 98 ആണ്. 98 രണ്ടുകൂടെ ആഡ് ചെയ്ത് നോക്കാം. 7 + 8 15ലേക്ക് 5 റിമൈൻഡർ 1. 1 + 2 3. 3 + 9 12ലേക്ക് 2 റിമൈൻഡർ 1. 1 + 2 3. ദാറ്റ് ഈസ് 325.
മോർണിംഗിൽ ഉണ്ടായിരുന്നത് 325 അല്ലേ? യെസ്. സോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. അതായത് നമ്പർ ഓഫ് സോൾഡ് ആപ്പിൾസ് ഈസ് ഈക്വൽ ടു എത്രയാ? 227. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കൂട്ടുകാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.